കാലങ്ങൾക്ക് ശേഷം 16 വർഷം ഹലോ നമസ്കാരം. അപ്പൊ വീണ്ടും ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇപ്രാവശ്യം ട്രെയിലർ റിയാക്ഷൻ അല്ലേ? ഏതാ പടം? ഭൂത് ബംഗ്ലോ. ആ പടം ഞാൻ ആദ്യം കണ്ടപ്പോ അതിന്റെ പോസ്റ്റർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മറ്റേ ബുൽബുലയുടെ ഏതെങ്കിലും ഒരു സീക്വലോ അല്ലെങ്കിൽ പ്രീക്വലോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമാണെന്ന് വിചാരിച്ചു. കാരണം അതേപോലെ തന്നെ അതിന്റെ റൈറ്റിംഗ് ആണെങ്കിലും അവന്റെ ആ ഒരു വേഷവും ഇതൊക്കെ കണ്ടപ്പോ അങ്ങനെയാ വിചാരിച്ചത്. കാലങ്ങൾക്ക് ശേഷം 16 വർഷത്തിന് ശേഷം അക്ഷയും പ്രിയദർശനും ഒന്നിക്കുകയാണ്. അങ്ങനെ കുറെ ഒന്നിച്ചേരലിന്റെ പ്രത്യേകതകളുണ്ട്. അത് മാത്രല്ല ആ ഒരു ഗ്യാങ് ഉണ്ട്, ആ കോമഡി ഗ്യാങ് ആദ്യമായിട്ട് അതന്നെ അവര് സ്ക്രീനിൽ വരുമ്പോ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പ്ലസന്റ് ഫീൽ അല്ലേ? അതായത് പക്ഷേ ഇപ്പൊ റീസെന്റ് ഇവരൊക്കെ ഭയങ്കര സീരിയസ് ക്യാരക്ടർ ഒക്കെ ചെയ്ത് ഒരുപാട് ഇതായി. പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ പഴയ കാലഘട്ടം ബോളിവുഡിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളിലും ഈ ഡബിൾ മീനിങ്ങും അതായത് അങ്ങനത്തെ ഉള്ള ചളി കോമഡികൾക്കിടയിൽ ഇവരുടെ ഒരു കോമഡി എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു കോമഡിയാണ്. എപ്പോഴും എന്താ പറയാ പഴയ അവിടെ നിന്ന് ഇവിടുന്ന് കോപ്പി അടിച്ചതായിരിക്കും, പക്ഷെ എന്നാലും എപ്പോഴും അതിനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ചിരിക്കാറുണ്ട്, നമ്മള് വളരെയധികം സന്തോഷിക്കാറുണ്ട് ആ ഒരു സിനിമ മൊത്തം. കാരണം നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ട് അങ്ങനെ പോകുന്ന ഒരു സിനിമയായിരിക്കില്ല, നമ്മൾ ഭയങ്കര ലൈറ്റ് മൂഡായിട്ട് പോകുന്ന ഒരു സിനിമയായിരിക്കും. അത് മാത്രല്ല തബുവും ഇവനും 25 വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരുന്നു. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. പ്രിയദർശനും കുറെ ആയല്ലോ അല്ലെ? ഹംഗാമ 2 ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് ചെയ്തത്. പിന്നെ ഇതിന്റെ മെയിൻ സെലിബ്രേഷൻ എന്ന് പറയുന്നത് പ്രിയദർശനും അക്ഷയ് കുമാറും ഒരുമിക്കുന്നു. 2004 കണ്ട് അനൗൺസ് ചെയ്ത പടമാണ്. 2004 സെപ്റ്റംബർ കഴിഞ്ഞ് ഡിസംബറോടുകൂടി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ അടുത്തം കണ്ട് കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് കഴിഞ്ഞെങ്കിലും ഇതിന്റെ ഒരു റിലീസ് ഡേറ്റ് പലപ്പോഴും മാറ്റിയായിരുന്നു. മെയ്യിൽ വന്നു, ജനുവരി വന്നു, പിന്നെ ഏപ്രിലിൽ വന്നു, പിന്നെ ഏപ്രിൽ തന്നെ വീണ്ടും ഡേറ്റ് മാറ്റി. അങ്ങനെ കുറെ മാറ്റിയായിരുന്നു. എനിവേ നമുക്ക് കണ്ടോക്കാം. ബാലാജി ആയ പ്രൊഡ്യൂസർ അതാണ് നാഗിനി കണ്ട. शक्तिशाली हो गया है। इसका अर्थ यह है कि उसे कोई पुनर्जीवित करने का प्रयास कर रहा है और इस फलादेश से बच निकलना नामुमकिन है। इतना बड़ा महल छोड़ के जाओ, पागल नहीं हूं मैं। लौट जाओ और मेरे कपड़े लेके आओ और उसके बाद പഴയ കോമഡി यहाँ पे तो कितनी इंटरेस्टिंग स्टोरीज है, टेम्पल्स की, भूतों की, काला जादू, गोरा भूत, लंबा भूत, छोटा भूत आया। सुंदर सुंदर किसने रखा ये ना? बाबूजी ने। अंदर से ये बड़ा अजीब सा घर है। आधी रात को पियानो बजते रहता है, लोग चिल्लाते रहते हैं, यहाँ पिछवाड़ा जल जाता है। कल रात को मुझे भी लगा कि कोई मेरे कमरे का दरवाजा खोल रहा था। तुम्हें डर लगे तुम मेरे कमरे में सो जाना। इसने क्या मुझे मंदिर का घंटा समझ रखा, जब भी आता है पता चला जाता है। കിണ്ടി കോമഡി, ഷോക്കടി കോമഡി, വടി കൊണ്ടിരിച്ചുള്ള കോമഡി. महल के पीछे वाले जंगल में आते हैं, इसलिए उस जंगल को पिशाच वन कहते हैं। पेशाब नहीं, पिशाच। സോങ് പിന്നെ പ്രിയദർശന്റെ പിന്നെ ഭയങ്കര റിച്ച്. शादी यहीं करेंगे, इट इज कंफर्म। मंगलपुर में कोई शादी नहीं करता, मधुसुर आएगा चमगादड़ों की सेना के साथ लोगों को मार देगा, इसलिए यहाँ कोई नहीं रुकता सिवाय भूतों के। സ്ഥിരം टाइम क्या हुआ है भैया? बेटा बहुत टाइम खराब चल रहा है, जाने तो पेल दूंगा, जाए भी। ये क्या नाटक चल रहा है? बहन डर गई। का क्या
करोगे भूत का क्या करोगे? अरे भूत की बात കൊള്ളാല്ലേ പ്രിയദർശൻ തന്നെ പ്രിയദർശന്റെ പടം ടെംപ്ലേറ്റ് അതന്നെ സ്ഥിരമായിട്ടുള്ള കുറെ അവിടെ നിന്നൊന്നും പറിച്ചിട്ട കോമഡികൾ, കറണ്ടടിക്കുന്നു, വടികൊണ്ടടിക്കുന്നു, ഇതൊക്കെ സ്ഥിരം സംഭവങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു എനിക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെയല്ല, നമ്മള് ആ സിനിമ കാണാൻ പോകുമ്പം നമ്മളെ മൈൻഡിലുള്ള സാധനം കൂടി ഡിപ്പെൻഡ് ചെയ്യും ആ സിനിമ നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒരു സിനിമ കാണാൻ പോകുമ്പം അതിന്റെ ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വെച്ചിട്ട് എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ കാലം മുതലേ പ്രിയദർശന്റെ സ്ഥിരമായിട്ടുള്ള കുറെ ടെംപ്ലേറ്റ് ഉണ്ട്. അത് എത്ര കണ്ടാലും നമ്മൾ ചിരിക്കും, നമ്മൾ ആസ്വദിക്കും, നമ്മൾ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടായിരിക്കും പോകും. ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാത്തൊന്നുമില്ല. ഒരു എന്താ പറയാ, ഒരു അവിടെ പോകുന്നു, അവിടെ പെടുന്നു. അല്ല, അവന് ദാരിദ്ര്യം പിടിച്ച ഒരു മനുഷ്യൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു. അവന് അങ്ങനെ ഒരു ബംഗ്ലാവ് സ്വന്തമായിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നു. അവൻ വരുന്നു, അവിടെ വെച്ചിട്ട് അവന്റെ പെങ്ങളെ കല്യാണം നടത്താൻ ശ്രമിക്കുന്നു. പിന്നീടാണ് അവൻ അറിയുന്നത് അവിടെ അങ്ങനെ ഒരു, നിങ്ങൾ പറയുന്നട്ടെ സ്റ്റോറി വെച്ചൊക്കെ അതാണെന്ന് തോന്നില്ല, നിങ്ങൾക്ക് തോന്നുന്ന സ്റ്റോറിയാണ് കേട്ടാ, അല്ലാണ്ട് സ്റ്റോറി അതാണെന്ന് ഉറപ്പുണ്ട് നിങ്ങൾക്ക്. അതായത് അവിടെ അങ്ങനെ നടത്തി കല്യാണം സ്റ്റോറി ലൈൻ പറയാണ് നിങ്ങൾക്ക്. അതാ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന സ്റ്റോറി ലൈൻ ആണത്. അപ്പൊ അങ്ങനെ അയാൾ കഥ എഴുതുകയാണ്. ആ കല്യാണം നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താ പറയാ, എന്താണ് ആ ഒരു പേര് പറഞ്ഞില്ല, പ്രായത്തിന്റെ ആരോ വരുന്നോ, എന്തോ വരും, വടാസൂർ അങ്ങനെ ആയിരിക്കും, മറ്റേ ഒരു ആലിന്റെ ഷേപ്പിലാണ് കണ്ടത്. അയാള് വരും, എല്ലാം നശിപ്പിക്കും. അങ്ങനെയൊക്കെ അങ്ങനെ അവിടെ നടക്കുന്ന സ്ട്രഗിളും പിന്നെ അതിനിടയിലുള്ള പഴയ കാര്യങ്ങൾ, ഈ രഹസ്യങ്ങൾ ചുരുളഴിയുന്നതൊക്കെയാണ് കഥ എന്നാണ് വിശ്വാസം. പോയി കണ്ടിട്ട് വരുമ്പോ അയ്യോ ഇതൊന്നും അല്ലായിരുന്നു. ട്രെയിലറിൽ അങ്ങനത്തൊക്കെയാണ് കാണിച്ചത്. പക്ഷെ അനിയത്തിയുടെ കല്യാണം നടത്താനാണ്, ഏടത്തിയുടെ ഒന്നും വേണ്ട. ആരാണ് അവരെ ബന്ധം എന്നാണ് തോന്നുന്നു. ഷാദി ഇവിടെ തന്നെ അതൊക്കെ അവരെ ബന്ധം പറഞ്ഞിട്ടുണ്ടാ, ബാക്കി ഊഹിച്ചതാണ്. അവളോട് ഇന്നലെ അവൻ ഇത്രയും പ്രായമായിട്ട് അവന്റെ കല്യാണം വെച്ചെടുത്തോ, ഒരു കുഞ്ഞു പെങ്ങള് വന്നിട്ടില്ലേ, കണ്ടു. അത് പെങ്ങളാണെന്ന് നിങ്ങളോട് പറഞ്ഞ ആരെങ്കിലും ആവാലോ, എന്തെങ്കിലും ആവട്ടെ. ഇനി പാടം വരുമ്പോ പോയി കാണാം. 16-ാം തീയതി പ്രീമിയർ ആണ്, പെയ്ഡ് പ്രീമിയർ. 17-ാം തീയതിയാണ് റിലീസ് ആകുന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും സന്ധിക്കും വരക്കും. ബൈ.